ധന്യ ദിവ്യയുമായി ബന്ധപ്പെട്ട് നമുക്കൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അതായത് ഒരു പാവപ്പെട്ട ഉദ്യോഗസ്ഥനെ ഉദ്ദേശിച്ച് അദ്ദേഹം സാമ്പത്തികമായി പാവം എന്നുള്ള നിലയ്ക്കല്ല, സത്യസന്ധമായി വ്യക്തിപരമായി പാവമായിരുന്ന ഒരു ഉദ്യോഗസ്ഥന്, നന്മയുള്ള ഒരു ഉദ്യോഗസ്ഥനെതിരെ ഇത്രയും ക്രൂരമായ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് അയാളെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടു എന്ന് പറയുന്ന, ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്നൊക്കെ നമുക്ക് ഇനിയും വ്യക്തമായിട്ടില്ല. എന്തായാലും അവർ ഈ പറയുന്ന പോലെ CBI അന്വേഷണം ആവശ്യപ്പെട്ട് സുപ്രീം കോടതിയിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കുമെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് ദിവ്യയോട് നമുക്ക് എല്ലാവർക്കും അഭിപ്രായ വ്യത്യാസമുണ്ട്. അത്രയും ക്രൂരത ഏറിയ വാക്കുകൾ ഒരു കാരണവശാലും, ഇപ്പം നേരത്തെ ഉണ്ണി ബാലകൃഷ്ണൻ കൊണ്ട് പറഞ്ഞതുപോലെ, ആരുടെ മേലും ഒരിക്കലും പറയരുത് എന്ന് തന്നെയാണ്. പക്ഷേ അത്തരത്തിലൊരു കാര്യം പറഞ്ഞതിന് അവരെ വിമർശിക്കുന്നതിന് പകരം, അവരെ നിയമ നടപടി നേടുന്നതിന് പകരം അവരെന്തിനാണ് അവരുടെ അടിയിലൊക്കെ പോയിട്ട് ഇത്ര വൃത്തികെട്ട കമൻറ്റുകൾ ഇടുന്നത്? കമൻ്റ് എന്താണെന്നും കാര്യം എന്താണെന്ന് തന്നെ പറയും. തീർച്ചയായിട്ടും പാർത്ഥൻ പറഞ്ഞത് ശരിയാണ്. നമുക്കിപ്പോൾ എനിക്ക് പാർത്ഥനോടൊരു ദേഷ്യമുണ്ട് എങ്കിൽ അത് പാർത്ഥനോട് പറഞ്ഞു തീർക്കുക എന്നുള്ളതാണ്. പാർത്ഥൻ്റെ വീട്ടിലുള്ളവരെ പറയേണ്ടതിൻ്റെ ആവശ്യകത ഇല്ല. കാരണം വീട്ടിലുള്ളവർക്ക് അറിയില്ല നമ്മൾ എന്താണ് ചെയ്യുന്നത്, നമ്മൾ എന്താണ് പറയുന്നത് എന്നുള്ളതൊന്നും അറിയില്ല. ഞാൻ ഈ ചാനലിലൊക്കെ തുടക്കകാലത്ത് വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ആവേശമാണല്ലോ. ഈ പോലീസുകാർ ട്രെയിനിങ് കഴിഞ്ഞ് ജോലിയിൽ കയറുമ്പോൾ ഇപ്പം തന്നെ ആളുകളെ അടിച്ച് ശരിയാക്കി ഇപ്പം തന്നെ ഞാൻ സമൂഹം നന്നാക്കി കളയും, ഇന്ന് രാത്രി കൊണ്ട് സമൂഹത്തെ ഞാൻ മാറ്റിമറിച്ച് കളയും എന്നുള്ളത് പോലെയാണ് ഈ ട്രെയിനിങ് ജേർണലിസ്റ്റുകളുടെ ഒരു പ്രശ്നം. കയറിക്കഴിഞ്ഞാൽ ഉടൻ ഇന്ന് തന്നെ നമ്മൾ ലോകത്തെ തന്നെ മാറ്റി, കേരളത്തെ ഇപ്പം മാറ്റിക്കളയും, ഇപ്പം ഭരണ സംവിധാനത്തെ ഒക്കെ നമ്മൾ നേരെയാക്കും, നമ്മളുടെ വിമർശനം കൊണ്ടും നമ്മുടെ വാക്കുകൾ കൊണ്ട് നമ്മളിപ്പോൾ അവരെയൊക്കെ അങ്ങ് നേരെയാക്കി കളയുമെന്നുള്ള ഒരു ചോരത്തിളപ്പ് നമുക്കുണ്ട്. അപ്പോൾ ആ ചോരത്തിളപ്പ് സമയത്ത് എൻ്റെ വിചാരം എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഘോരഘോരമായി കിടന്ന് പറയുമ്പോൾ ആളുകൾ ഇപ്പോൾ തന്നെ അങ്ങ് നന്നാവും, ഇന്ന് മോശപ്പെട്ട പറഞ്ഞവൻ നാളെ രാവിലെ എണീക്കുമ്പോൾ അവൻ നല്ല നിലയിലേക്ക് എത്തുമെന്നൊക്കെയാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷെ നമ്മൾ പറയുന്നതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾ, ഇവളുടെ അമ്മയെ കിട്ടിയെങ്കിൽ ഇവളുടെ വീട്ടിൽ ചോദിക്കാനും പറയാനും ഒക്കെ ആരുമില്ല എന്ന് ഇവളെ കണ്ടാൽ തന്നെ അറിയാം. ഇങ്ങനെയൊക്കെയുള്ള വളരെ എൻ്റെ അമ്മ എന്ന് പറയുന്നത് ഒരു അധ്യാപികയാണ്, വളരെ സാത്വികയായ ഒരു സ്ത്രീയാണ്. അവർ മക്കൾക്ക് വേണ്ടി ജീവിതം ഉഴിഞ്ഞു വെച്ച ഒരു ആളാണ് എൻ്റെ അമ്മ എന്ന് പറയുന്നത്. ഇപ്പോഴും ജീവിക്കുന്നത്, എല്ലാ അമ്മമാരും അങ്ങനെയാണ്. പക്ഷെ എൻ്റെ അമ്മയുടെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, എനിക്കിനിയൊക്കെ ഒരു 70 വയസ്സായാൽ എൻ്റെ അമ്മ ജീവിച്ചിരുന്നാൽ പോലും എൻ്റെ അമ്മ രാവിലെ 6 മണിക്ക് എന്നെ വിളിക്കും, ആഹാരം കഴിച്ചു 6 മണിക്ക് നീ ഉണർന്നോ. ഒരു സിനിമയ്ക്ക് പോയാൽ രാത്രി 1 മണിക്ക് ആണ് സിനിമ കഴിഞ്ഞ് വരുന്നതെങ്കിൽ എൻ്റെ അമ്മ ഉണർന്നിരിക്കും, ഞാൻ സിനിമ കഴിഞ്ഞ് വന്നോ, റൂമിൽ എത്തിയെന്ന് വീഡിയോ കോൾ ചെയ്ത് എൻ്റെ അമ്മയെ കാണിക്കണം, എങ്കിൽ എൻ്റെ അമ്മയ്ക്ക് സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റും. അപ്പം അങ്ങനെയാണ് നമ്മളെ അമ്മമാർ മക്കളെ നോക്കുന്നത്. അപ്പം ദിവ്യയ്ക്ക് മക്കളുണ്ട്, കുടുംബമുണ്ട്, ഭർത്താവുണ്ട്. ചിലപ്പോൾ ദിവ്യ പറഞ്ഞത് ദിവ്യയുടെ മക്കൾക്കറിയില്ലായിരിക്കാം, ഭർത്താവിന് ഞാൻ പറയുന്നില്ല, കാരണം ഭാര്യയും ഭർത്താവുമാണ്, അവരെല്ലാം ഷെയർ ചെയ്യുന്നവരായിരിക്കാം. ഈ മക്കൾ എന്ത് പിഴച്ചു എന്നാണ് സത്യത്തിൽ വന്ന ഒരു കമൻറ്റ്. ദിവ്യയെ നമ്മൾ ഒരുപാട് വിമർശിച്ചിട്ടുണ്ട്. ഇപ്പോഴും ദിവ്യയുടെ ആ ഒരു യാത്രയയപ്പ് ചടങ്ങിലെ ആ ഒരു സംസാരത്തെ നമ്മൾ വിമർശിക്കുക തന്നെ ചെയ്യും. ദിവ്യയുടെ ഇടപെടലുകളെക്കുറിച്ച് നമ്മൾ നിരന്തരം വിമർശിച്ചുകൊണ്ടിരിക്കും. നവീൻ ബാബുവിൻ്റെ കുടുംബത്തോടൊപ്പം തന്നെയാണ് നമ്മൾ, അതിലൊന്നും ഒരു മാറ്റവുമില്ല. പക്ഷേ അതിൽ വന്ന ഒരു കമൻ്റാണ് പാർത്ഥ നമ്മളെ വല്ലാണ്ട് അസ്വസ്ഥരാക്കുന്നത് എന്നുള്ളതാണ്. ആ കമൻറ്റ് ഇങ്ങനെയാണ്, ദിവ്യയുടെ ഒരു പോസ്റ്റിന് താഴെ വന്ന കമൻ്റാണ്, നിൻ്റെ സ്വന്തം മകളെ റേപ്പ് ചെയ്ത് കൊല്ലണം. വിമക്സ് എന്ന് പറയുന്ന ഒരാളാണ്, അയാളുടെ മുഖമൊക്കെ വെച്ചിട്ടുണ്ട്. ആ വ്യക്തിയാണ് ഈ കമൻ്റ് ഇട്ടിരിക്കുന്നത്, നിൻ്റെ സ്വന്തം മകളെ റേപ്പ് ചെയ്ത് കൊല്ലണം എന്നാണ്. എന്നിട്ട് അയാൾ തന്നെ മറ്റൊരു കമൻ്റ് ഇട്ടിട്ടുണ്ട്, അവളുടെ ഒരു പിഴച്ച മോള്. ഇങ്ങനെയാണ് കമൻ്റ് ഇട്ടേക്കുന്നത്. അപ്പോൾ സത്യത്തിൽ ഈ ഇത്തരക്കാരെ കണ്ടുപിടിച്ചുകൊണ്ട് ഇവർക്ക് തക്കതായ ശിക്ഷ കൃത്യമായി നൽകണമെന്നാണ് ഞാൻ പറയുന്നത്. ദിവ്യയുടെ മകൾ എന്ത് തെറ്റാണ് ചെയ്തത്? ദിവ്യയുടെ മകൾ ആ യാത്രയപ്പ് ചടങ്ങിൽ വന്നോ? നവീൻ ബാബുവിനെതിരെ എന്തെങ്കിലും സംസാരിച്ചോ? അല്ലെങ്കിൽ ദിവ്യയുടെ മകൾ സമൂഹത്തിലിറങ്ങി ആർക്കെതിരെയുമെങ്കിലും എന്തെങ്കിലും സംസാരിച്ച് ആ കുട്ടി ഏതെങ്കിലും തരത്തിൽ ഒരു ഇടപെടലുകൾ നടത്തിയിട്ടുണ്ടോ? അത് പഠിക്കുന്ന കുട്ടിയായിരിക്കാം, അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന കുട്ടിയായിരിക്കാം, എന്തോ ആയിക്കൊള്ളട്ടെ. വീട്ടിലിരിക്കുന്നവർ എന്തിനാണ് ഇത്രയും മോശം? ഒന്ന് ആലോചിച്ച് നോക്കാം. മൃഗീയത, മനസ്സിൻ്റെ മൃഗീയത ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇവളുടെ മകളെ റേപ്പ് ചെയ്ത് കൊല്ലണം. ഈ ബലാത്സംഗ റേപ്പ് എന്നൊക്കെ പറയുമ്പോൾ അതിന് എത്ര എത്ര മോശപ്പെട്ട ഒരാളാണെങ്കിൽ പോലും അത് ചെയ്യരുത് എന്നാണ് നമ്മൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.
ആ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയ്ക്കാണ് ഇത്തരം മോശപ്പെട്ട കമൻറ്റുകൾ. സത്യത്തിൽ ഈ ദ്വയാർത്ഥ പ്രയോഗങ്ങളെക്കാൾ കൂടുതൽ നമ്മളെയൊക്കെ വേദനിപ്പിക്കുന്നത് ഇത്തരം കമൻറ്റുകളാണ്. ദീപാ നിശാന്തിനെ വ്യക്തിപരമായി എനിക്ക് ദീപാ നിശാന്തിൻ്റെ നിലപാടുകളോട് യോജിപ്പില്ലാത്ത ഒരാളാണ് ഞാൻ. എനിക്ക് ദീപാ നിശാന്ത് പറയുന്നതൊന്നും യോജിക്കാൻ കഴിയാത്ത ഒരാളാണ്. പക്ഷേ ദീപാ നിശാന്ത് ഒരു പോസ്റ്റ് ഇട്ടാൽ അതിനടിയിൽ വരുന്ന കമൻറ്റുകൾ കണ്ടാൽ സത്യത്തിൽ ഞാനൊക്കെ വിചാരിച്ചിട്ടുണ്ട്, ഇവരെങ്ങനെ ഇതൊക്കെ താങ്ങുന്നു, ഇവർക്ക് എങ്ങനെ ഇതൊക്കെ സഹിക്കാൻ കഴിയുന്നു. ഇതൊക്കെ പുച്ഛത്തോടെ തള്ളിക്കളഞ്ഞാൽ പോലും ചിലതൊക്കെ, ഇപ്പോൾ പി ദിവ്യ പറയുന്നത് ചിലപ്പോൾ പി ദിവ്യ ആ രീതിയിൽ എടുക്കുമായിരിക്കാം. ഞാനൊരു രാഷ്ട്രീയ പ്രവർത്തകയാണ്, പ്രത്യേകിച്ച് CPM ഒരു രാഷ്ട്രീയ പ്രവർത്തകയാണ്. അപ്പോൾ എതിർ പാർട്ടിയിലുള്ളവർ അല്ലെങ്കിൽ എതിർ രാഷ്ട്രീയത്തെ CPM എന്ന പാർട്ടിയെ സ്നേഹിക്കാത്തവർ, അതിൻ്റെ അനുഭാവമില്ലാത്തവർ, ആ പാർട്ടിയെ വെറുക്കുന്നവരൊക്കെ എനിക്കെതിരെ കമൻ്റ് ഇടാം എന്ന് പി ദിവ്യയ്ക്ക് വിചാരിക്കാം. അത് ചിലപ്പോൾ നമുക്ക് പുച്ഛത്തോടെ തള്ളാം. എവിടെയോ ഇരുന്ന് പിതൃശൂന്യനായ കുറേ പേർ ഇടുന്ന കമൻറ്റുകൾ നമ്മളത് മൈൻഡ് ചെയ്യണ്ട എന്ന് വിചാരിക്കും. പക്ഷേ സ്വന്തം മകളെയൊക്കെ റേപ്പ് ചെയ്ത് കൊല്ലണം, ഇവളുടെ മകൾ പിഴച്ചവളാണ് എന്നൊക്കെ ഒരു അമ്മ ഇടുന്ന പോസ്റ്റിന് താഴെ പറയുന്നവനെയൊക്കെ പരസ്യമായി ഇവനെയൊക്കെ വിചാരണ ചെയ്യണ്ടേ? ഇവനെയൊക്കെ വെറുതെ വിടാൻ കഴിയുമോ എന്നുള്ളതാണ്. ഒരു പെണ്ണ് അല്ലെങ്കിൽ ഒരു സ്ത്രീ, പുരുഷന്മാർ ഇത്രയും, എനിക്ക് തോന്നുന്നു പുരുഷന്മാരിൽ ഗോപി സുന്ദർ ഒഴിച്ച് മറ്റാരും ഇത്ര വലിയ കമൻറ്റുകളുടെ കാര്യത്തിൽ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നില്ല എന്ന് തോന്നുന്നു. ഗോപി സുന്ദറിനോടുള്ള എനിക്ക് പറ്റുന്നില്ല അവന് പറ്റുന്നുണ്ടല്ലോ എന്നുള്ളൊരു അസൂയയുടെ പുറത്ത് കാണുന്ന ചില കമൻറ്റുകളാണ്. അതിലപ്പുറം സ്ത്രീകളുടെ മേൽ വരുന്ന കമൻറ്റുകൾ സത്യത്തിൽ നമുക്കൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇന്നലെ ഇപ്പോൾ ചിന്തോ ജെറോം അവരുടെ അവർ പറയുന്നു, കരഞ്ഞിട്ടുണ്ട് ഞാൻ ഒരുപാട് ദിവസങ്ങളിൽ സൈബർ ബുള്ളിങ് നേരിട്ടുകൊണ്ട്, പിന്നെ കമൻറ്റുകൾ കണ്ടുകൊണ്ട് കരഞ്ഞ സമയങ്ങളുണ്ട്. ഞാൻ സത്യം പറഞ്ഞാൽ പല കമൻറ്റുകൾ കണ്ട് ഞാനും കരഞ്ഞിട്ടുണ്ട്. എനിക്ക് മാനസികമായി എന്നെ അത് വലിയ രീതിയിൽ ബുദ്ധിമുട്ടിച്ചിട്ടുള്ള കമൻറ്റുകൾ ഉണ്ട് എന്നുള്ളതാണ്. ഞാൻ കമൻറ്റുകളൊന്നും വായിക്കാത്ത ഒരാളാണ്, എനിക്കതിനോട് വലിയ താല്പര്യവുമില്ല. കമൻറ്റുകൾ വായിച്ചാൽ നമ്മുടെ ഒരു ശക്തി കുറഞ്ഞു പോകുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ ചില കമൻറ്റുകൾ കാണുമ്പോൾ നമ്മളെയൊക്കെ എന്തിനാണ് ഇവർ നമ്മളെക്കുറിച്ചൊന്നും അറിഞ്ഞുകൂടാതെ നമ്മുടെ വാർത്ത മാത്രം കണ്ടിട്ട് നമ്മളെ ഇത്രയും മോശപ്പെടുത്തി ഇത്രയും മോശമായ രീതിയിൽ സംസാരിക്കുന്നത് എന്തിനാണെന്നൊക്കെ പലപ്പോഴും ഞാൻ ചിന്തിച്ചു പോകാറുണ്ട്. അപ്പോൾ ഇത്തരം രോഗങ്ങൾ, ഇത് ഞരമ്പ് രോഗമൊന്നുമല്ല, ഇതിൻ്റെ പേര് ഞരമ്പ് രോഗമൊന്നുമല്ല, കഴപ്പൊന്നുമല്ല. ഇതിന് നല്ല ഒന്നാന്തരം അടിയുടെ കുറവാണ്. അതും എങ്ങനത്തെ അടി? നല്ല കുരുമുളകും നല്ല എരിവുള്ള പച്ചമുളകും ഒക്കെ തേച്ച്, ഞങ്ങളുടെ നാട്ടിൽ പറയുന്നത് പോലെ തെങ്ങി പിടിച്ചു കെട്ടി ചന്തിക്ക് പച്ച കവളി മടലി വെച്ച് ഇവൻ്റെയൊക്കെ ഈ കഴപ്പ് തീരുന്നത് വരെ അടിക്കണമെന്നുള്ളതാണ്. പക്ഷെ അങ്ങനെയൊന്നും അടിച്ചാൽ മാത്രം പോകുന്ന ഒരു സാധനമാണ് ഇത് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം അതെ, കാരണം ഇവരെയൊക്കെ യഥാർത്ഥത്തിൽ ഇവരൊക്കെയാണ് നമ്മുടെ രാജ്യത്തിനും നമ്മുടെ ലോകത്തിനും ഒക്കെ ബാധ്യതകൾ എന്ന് പറയുന്നത്. ഇപ്പം ധന്യ പറഞ്ഞതുപോലെ നമുക്ക് അവസാനിപ്പിക്കാനുള്ള സമയമായി, എങ്കിലും ധന്യ പറഞ്ഞതുപോലെ ചിന്താ ജെറോം, അതുപോലെ തന്നെ ദീപാ നിശാന്ത്, ഈ പറയുന്ന പി ദിവ്യ, അതുപോലെ ഒരുപാട് സ്ത്രീകൾ ഇനിയും ഉമാ തോമസിന് വരെ ഇത്രയും മോശപ്പെട്ട കമന്റ് വന്ന ഒരു സ്ത്രീ മരിക്കുമോ തിരിച്ചു വരുമോ എന്നറിയാതെ ജനപ്രതിനിധി നിന്ന് മാറ്റി നിർത്താം. അവരൊരു അമ്മയാണ്, പിന്നെ ഒരുപാട് പേർ സ്നേഹിക്കുന്ന ആളാണ്. അവര് പിന്നെ ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ കിടക്കുമ്പോൾ എന്തിനാണ് ഇത്ര ധൃതി പിടിച്ച് കൊണ്ടുപോകുന്നതെന്ന് ഇതാണ് ചോദ്യം വരുന്നത്. അപ്പം ഈ പറഞ്ഞതുപോലെ ചിന്താ ജെറോം ആയാലും പി ദിവ്യ ആയാലും ദീപാ നിശാന്ത് ആയാലും ഉമാ തോമസ് ആയാലും ആരായാലും ഈ പറയുന്ന സ്ത്രീകൾക്ക് നേരെ ഉണ്ടാകുന്ന, പുരുഷന്മാർക്കും, സ്ത്രീകൾ ഓർ പുരുഷന്മാർ ഇവർക്കൊക്കെ നേരെ ഉണ്ടാകുന്ന ഈ സൈബർ ബുള്ളിങ് നമ്മുടെ രാജ്യത്തിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ, നമുക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം, എല്ലാവിധ സ്വാതന്ത്ര്യങ്ങളുടെയും വളരെ വലിയ കൂടുതലാണ്. നമുക്ക് എല്ലാ സ്വാതന്ത്ര്യവും കൂടുതലാണ് നമുക്ക്. ആ സ്വാതന്ത്ര്യം വെച്ചുകൊണ്ടാണ് ഈ പറയുന്ന അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന പേരിൽ ഈ സൈബർ ലോകത്ത് കയറി നിന്നുകൊണ്ട് എന്ത് തോന്നിവാസവും പറയാമെന്നുള്ള നിലപാട്. എന്നിട്ട് അതിനടിയിൽ നിങ്ങൾ കാണിച്ചാൽ ഞങ്ങൾ പറയും. കാണിക്കാൻ ഭരണഘടന അവകാശം തരുന്നുണ്ട്. അതായത് മാന്യമായി വസ്ത്രം ധരിച്ച്, മാന്യമായത് ഞാൻ ഉദ്ദേശിക്കുന്നത് ഭരണഘടനയ്ക്കനുസൃതമായി വസ്ത്രം ധരിക്കുകയോ കാര്യങ്ങൾ പറയാനുള്ള അവകാശം ഭരണഘടന തരുന്നുണ്ട് എന്ന് കരുതിയിട്ട് അയാളുടെ അഭിപ്രായത്തിലേക്ക്, അയാളുടെ സ്വകാര്യതയിലേക്ക് കടന്നു കയറിക്കൊണ്ട് അയാളെ അപമാനിക്കാനോ ആക്ഷേപിക്കാനോ ഒന്നും ഒരു സ്വാതന്ത്ര്യവും നമ്മുടെ ഭരണഘടന തരുന്നില്ല എന്നുള്ള കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. പലവിധ കാര്യങ്ങൾ പറയാനുണ്ട്, എങ്കിൽ പോലും ഈ പറയുന്ന പി ദിവ്യയുടെ മകളെയൊക്കെ ക്രൂരമായി റേപ്പ് ചെയ്ത് കൊല്ലണമെന്നൊക്കെ കമൻ്റ് ഇട്ട ആ ആളെ, ഈ പറയുന്ന ബോച്ചയൊക്കെ പിടിച്ചിടുന്ന
സമയം അത്രയ്ക്ക് തന്നെ പ്രാധാന്യം, അതിനേക്കാൾ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഇവനെയൊക്കെ പിടിച്ച് അകത്തിട്ട് കൃത്യമായ നിയമ നടപടികൾ പോലീസ് അതാത് സമയത്ത് സ്വീകരിക്കണമെന്നാണ്. അഭിപ്രായ വ്യത്യാസങ്ങൾ നമുക്ക് പലരോടും ഉണ്ടാകും. പക്ഷേ ഒന്നും അറിയാത്ത ആ കുട്ടി, ഈ നമ്മുടെ രാജ്യത്തെ ഒരു പൗരയായിട്ടുള്ള ഒരു കുട്ടി, അതിനും സ്വാതന്ത്ര്യമുണ്ട്. ഒന്നും അറിയാത്ത, അതൊന്നിനുമില്ല. അങ്ങനെ ഒരു മകളുണ്ടെങ്കിൽ, എനിക്കറിയില്ല ദിവ്യച്ചിക്ക് മകനാണോ മകളാണോ ഒന്നും അറിയില്ല, ആരായാലും അങ്ങനെ ഒരു മകളുണ്ടെങ്കിൽ എന്തായാലും അവർക്ക് പരാതി ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും പോലീസ് കൃത്യമായി സ്വമേധയാ കേസെടുത്തുകൊണ്ട് ഇത്തരം നാറുകൾക്കെതിരായി കൊണ്ട് നിയമ നടപടി സ്വീകരിക്കുക തന്നെ വേണം. തീർച്ചയായിട്ടും.